അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയത് വെറുമൊരു യാദൃശ്ചികതയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ തുറന്നത് ഒരു സാധാരണ വിനോദത്തിനായോ സമയം കളയാനോ ആയിരിക്കില്ല. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ചില നോവുകളുണ്ടാകും. പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരു സങ്കടത്തിൻ്റെ ഭാരം, കണ്ണുനീരായി പുറത്തു വരാൻ പോലും ഇടം കിട്ടാതെ നെഞ്ചിൽ തങ്ങിക്കിടക്കുന്ന ചില വിങ്ങലുകൾ. എനിക്കു മാത്രമാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് സ്വയം ചോദിച്ച് തളർന്നുപോയ ഒരു നിമിഷത്തിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഉള്ളത്. ചുറ്റുമുള്ള ലോകം മുഴുവൻ നിങ്ങളെ മറന്നുപോയെന്ന് തോന്നിയിട്ടുണ്ടോ? എല്ലാവരും കൈയൊഴിഞ്ഞു എന്നും മുന്നോട്ടുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടു എന്നും കരുതി ഇരുട്ടിലേക്ക് നോക്കി ഇനി ആരുണ്ടെനിക്ക് എന്ന് നിങ്ങളുടെ ഹൃദയം തേങ്ങിയ ഒരു രാത്രി ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് ഈ കുറച്ച് നിമിഷങ്ങൾ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണിത്. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ഓരോ തുള്ളിയും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് പറയാനാണ് ഞാൻ വന്നത്. നിങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചവൻ നിങ്ങളെ സ്വന്തം ഉമ്മയേക്കാൾ 70 ഉമ്മമാരേക്കാൾ അധികം സ്നേഹിക്കുന്ന ആ മഹാകാരുണ്യവാനായ റബ്ബ് നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് ഉറപ്പു നൽകാനാണ് ഈ യാത്ര. ഈ സംഭാഷണം അവസാനിക്കും മുൻപ് നിങ്ങളുടെ ഹൃദയത്തിലെ ആ ഭാരത്തിൻ്റെ ഒരംശമെങ്കിലും ഒന്ന് ലഘൂകരിക്കപ്പെട്ടാൽ, പതറിപ്പോയ നിങ്ങളുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു ചെറുവിളക്കെങ്കിലും പെലിഞ്ഞാൽ, അതാണ് എൻ്റെ വിജയം. വരൂ, നമുക്ക് ആ കാരുണ്യത്തിൻ്റെ തണലിലേക്ക് ഒന്ന് ചേർന്നു നിൽക്കാം. ഈ പ്രപഞ്ചത്തിൽ സ്നേഹമെന്ന വാക്കിനു പകരമായി നമുക്ക് കാണിച്ചു തരാൻ ഒരേയൊരു അടയാളമേ ഉള്ളൂ. അതൊരു ഉമ്മയാണ്. 9 മാസക്കാലം സ്വന്തം രക്തവും ശ്വാസവും നൽകി നമ്മെ ഉദരത്തിൽ ചുമന്നവൾ. ഈ ലോകത്തേക്ക് നാം കണ്ണു തുറന്ന നിമിഷം മുതൽ സ്വന്തം സുഖങ്ങളും ഉറക്കവും വിശപ്പും മറന്ന് നമുക്കായി ജീവിച്ചവൾ. ഒരു കുഞ്ഞിന് ചെറിയൊരു പനി വരുമ്പോഴോ വിരലിലൊരു മുറിവേൽക്കുമ്പോഴോ ആ ഉമ്മയുടെ ഹൃദയം പിടയുന്നത് നാം കണ്ടിട്ടുണ്ട്. തൻ്റെ ജീവൻ നൽകേണ്ടി വന്നാലും സ്വന്തം കുഞ്ഞിനെ ഒരു പോറലുമേൽക്കാതെ കാത്തു സൂക്ഷിക്കാൻ ഒരു ഉമ്മ തയ്യാറാകും. നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ഈ ഭൂമിയിലെ അവസാനത്തെ വാക്കാണ് ഉമ്മ. എന്നാൽ കാരുണ്യവാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിച്ചത് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള ഒരു വലിയ സത്യമാണ്. ഒരിക്കൽ യുദ്ധക്കളത്തിൽ വെച്ച് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു ഉമ്മ ഭ്രാന്തമായി തൻ്റെ കുഞ്ഞിനെ തിരയുന്നത് പ്രവാചകനും അനുചരന്മാരും കണ്ടു. ഒടുവിൽ ആ കുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ അവൾ ആ പിഞ്ചോമനയെ നെഞ്ചോട് ചേർത്ത് അണച്ചുപിടിച്ച് ഉമ്മ വയ്ക്കുകയും മുലയൂട്ടുകയും ചെയ്തു. ഈ ദൃശ്യം കണ്ട് കരഞ്ഞുപോയ അനുചരന്മാരോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ ഉമ്മ തൻ്റെ കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് ആ കത്തുന്ന തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവർ പറഞ്ഞു, ഒരിക്കലുമില്ല പ്രവാചകരെ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്നാൽ സത്യമായിട്ടും പറയട്ടെ, ഈ ഉമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് അള്ളാഹുവിന് തൻ്റെ ദാസന്മാരോടുള്ള സ്നേഹം. സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു ഉമ്മ തൻ്റെ കുഞ്ഞ് തീയിൽ വീഴാൻ അനുവദിക്കില്ലെങ്കിൽ ആ ഉമ്മയുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു തുള്ളി നിക്ഷേപിച്ച ആ പടച്ച തമ്പുരാൻ നിങ്ങളെ കഷ്ടപ്പാടിൻ്റെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ ഉമ്മയ്ക്ക് സ്നേഹിക്കാൻ ഹൃദയം നൽകിയവൻ, കരുണയുണ്ടാകാൻ വികാരം നൽകിയവൻ, അവനാണ് നിങ്ങളെ പടച്ച റബ്ബ്. പണ്ഡിതന്മാർ പറയുന്നത് പോലെ 70 ഉമ്മമാരുടെ വാത്സല്യം ഒത്തുചേർന്നാലുണ്ടാകുന്നതിനേക്കാൾ വലിയൊരു സ്നേഹക്കടലാണവൻ. നമ്മുടെ തെറ്റുകൾ കണ്ട് അവൻ മുഖം തിരിക്കുന്നില്ല. നമ്മുടെ കുറവുകൾ കണ്ട് അവൻ നമ്മെ ഉപേക്ഷിക്കുന്നില്ല. നാം അവനെ മറന്നുപോകുമ്പോഴും നമ്മുടെ ശ്വാസവും ആഹാരവും അവൻ മുടക്കുന്നില്ല. ഒരു ഉമ്മയെപ്പോലെയല്ല, അതിനേക്കാൾ എത്രയോ ഉന്നതമായി അവൻ നമ്മെ കാക്കുന്നു. നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ, ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഓർത്തുവയ്ക്കുക, നിങ്ങളുടെ ഓരോ തേങ്ങലും കേൾക്കുന്ന, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വിലയറിയുന്ന ഒരു റബ്ബ് അങ്ങേയറ്റത്തെ കാരുണ്യത്തോടെ നിങ്ങളെ നോക്കി നിൽപ്പുണ്ട്. അവനിലേക്കൊന്നു തിരിയുക മാത്രമേ വേണ്ടൂ. അവൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ സദാ സന്നദ്ധനാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ വിശാലമായ ലോകത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. നിസ്സഹായനായി, ഒന്നിനും കഴിയില്ലാത്ത വെറുമൊരു മാംസപിണ്ഡമായി ഉമ്മയുടെ ഗർഭപാത്രമെന്ന 3 തട്ടുകളുള്ള ഇരുളിൽ നിങ്ങൾ കഴിഞ്ഞിരുന്ന ആ നാളുകൾ. ആ ഇരുട്ടിൽ നിങ്ങൾക്ക് കാവലിരുന്നതാരാണ്? അവിടെ നിങ്ങൾക്ക് വിശന്നപ്പോൾ ആഹാരം നൽകാൻ കൈകളുണ്ടായിരുന്നില്ല, ദാഹിച്ചപ്പോൾ ചോദിക്കാൻ നാവുണ്ടായിരുന്നില്ല, ശ്വസിക്കാൻ പോലും ശ്വാസകോശങ്ങൾ പാകപ്പെട്ടിരുന്നില്ല.
എന്നിട്ടും നിങ്ങളുടെ ഓരോ കോശത്തിനും ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി എത്തിച്ചു തന്ന ആ മഹാശക്തി ആരാണ്? വൈദ്യശാസ്ത്രം പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരു പോറലുമേൽക്കാതെ ആ ഇടുങ്ങിയ ഇടത്തിൽ നിങ്ങളെ ഒരു മുത്തുപോലെ സംരക്ഷിച്ചത് ആരാണ്? നിങ്ങളൊന്നും ചോദിക്കാൻ പോലും പഠിച്ചിട്ടില്ലാത്ത അന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങളെ പൊന്നുപോലെ നോക്കിയ ആ റബ്ബ് ഇന്ന് നിങ്ങൾ ചോദിക്കാൻ നാവും ആവശ്യപ്പെടാൻ ബുദ്ധിയും സങ്കടങ്ങൾ പറയാൻ കണ്ണുനീരുമുള്ളവനായി മാറിയപ്പോൾ നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അന്ന് ചോദിക്കാതെ നൽകിയവൻ ഇന്ന് ചോദിക്കുമ്പോൾ നൽകാതിരിക്കുമോ? അന്ന് തേടാതെ തുണയായവൻ ഇന്ന് തേടുമ്പോൾ കൈവെടിയുമോ? ചിന്തിച്ചു നോക്കൂ. ആഴക്കടലിൻ്റെ അഗാധതയിൽ സൂര്യപ്രകാശം പോലും എത്താത്ത അന്ധകാരത്തിൽ ഒരു പാറയിടുക്കിനുള്ളിൽ കഴിയുന്ന ചെറിയൊരു പുഴുവിന് പോലും കൃത്യസമയത്ത് അന്നം എത്തിക്കുന്നവനാണവൻ. ആകാശത്തിൻ്റെ അനന്തതയിൽ വഴിതെറ്റാതെ പറക്കുന്ന പക്ഷികൾക്ക് വഴികാട്ടുന്നവൻ അവൻ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങളിൽ ഒന്നിനെപ്പോലും വിസ്മരിക്കാത്ത ആ തമ്പുരാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയായ തൻ്റെ പ്രതിനിധിയായ മനുഷ്യനെ മറന്നുപോകുമെന്ന് ചിന്തിക്കുന്നത് തന്നെ എത്ര വലിയ തെറ്റാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി അവൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതല്ല. കടലിലെ തിരമാലകളെ നിയന്ത്രിക്കുന്നവന് നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ഒഴുക്ക് തടയാൻ പ്രയാസമൊന്നുമില്ല. അവൻ വൈകിപ്പിക്കുന്നത് നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ മികച്ചത് നൽകാനാണ്. ഓർക്കുക, നിങ്ങളെ സൃഷ്ടിച്ചവന് നിങ്ങളെ സംരക്ഷിക്കാനും അറിയാം. വിഷമിക്കേണ്ട. തകർന്നുപോയ, പ്രതീക്ഷകൾ അസ്തമിച്ച ഓരോ ഹൃദയത്തോടും ഖുർആൻ മന്ത്രിക്കുന്ന ഏറ്റവും മനോഹരമായ ആശ്വാസവാക്യം ഇതാണ്: മാ വദ്ദഅക റബ്ബുക വമാ ഖല. നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, അവൻ നിന്നെ വെറുത്തിട്ടുമില്ല. ഈ വചനത്തിന് പിന്നിലൊരു കഥയുണ്ട്, സ്നേഹത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും കഥ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മാനസിക വിഷമത്തിലൂടെ കടന്നുപോകുന്നൊരു കാലമായിരുന്നു അത്. കുറേ ദിവസങ്ങളായി അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ അഥവാ വഹ്യ് വരുന്നില്ല. ശത്രുക്കൾ അത് ആഘോഷമാക്കി. അവർ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദിൻ്റെ റബ്ബ് അവനെ കൈവിട്ടിരിക്കുന്നു, അവൻ മുഹമ്മദിനെ വെറുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവർ പോലും സംശയിച്ചു തുടങ്ങിയ ആ നിശബ്ദതയുടെ നാളുകളിൽ പ്രവാചകന്റെ ഹൃദയം വിങ്ങുകയായിരുന്നു. തൻ്റെ നാഥൻ തന്നോട് പിണങ്ങിയോ എന്ന വേവലാതിയിലായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് ആകാശത്തു നിന്ന് ജിബ്രീൽ ഈ വചനവുമായി ഇറങ്ങി വന്നത്. ഇരുളടഞ്ഞൊരു മുറിയിലേക്ക് പെട്ടെന്നൊരു വിളക്ക് കൊണ്ടുവന്നതുപോലെ, ഉണങ്ങിയ മണ്ണിലേക്ക് മഴ പെയ്തതുപോലെ ആ വചനം പ്രവാചകന്റെ ഹൃദയത്തെ തണുപ്പിച്ചു. ഇല്ല പ്രവാചകരെ, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, അവൻ നിങ്ങളെ വെറുത്തിട്ടുമില്ല. സഹോദരങ്ങളെ, ഈ വചനം അന്ന് പ്രവാചകന് മാത്രമുള്ളതായിരുന്നു എന്ന് കരുതരുത്. ഇതിന്നും ഈ നിമിഷവും പ്രയാസപ്പെടുന്ന ഓരോ വിശ്വാസിക്കുമുള്ള അള്ളാഹുവിൻ്റെ ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രാർത്ഥനകൾക്കുത്തരം ലഭിക്കാൻ വൈകിയേക്കാം, രോഗങ്ങൾ മാറാൻ താമസമെടുക്കാം, കടബാധ്യതകൾ നമ്മെ ശ്വാസം മുട്ടിക്കാം. അപ്പോൾ ശിബിജാൻ നമ്മുടെ കാതുകളിൽ വന്ന് മന്ത്രിക്കും, നീ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ദൈവം നിന്നെ മറന്നുപോയി. എന്നാൽ ആ മന്ത്രണങ്ങളെ നിങ്ങൾ ഈ വചനം കൊണ്ട് നേരിടണം. പരീക്ഷണങ്ങൾ വരുമ്പോൾ പടച്ചവൻ നമ്മെ കൈവിട്ടു എന്ന് കരുതരുത്. അത് നിങ്ങളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള അവൻ്റെ തന്ത്രം മാത്രമാണ്. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളിലെ കരുത്തിനെ പുറത്തെടുക്കാനും അവൻ്റെ സ്വർഗത്തിന് അർഹനാക്കി നിങ്ങളെ മാറ്റാനുമാണ്. അതുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുക, നിശബ്ദതയുടെ ഈ കാലഘട്ടത്തിലും നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അവൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല, ഒരിക്കലും കൈവിടുകയുമില്ല. നമ്മുടെ ജീവിതത്തിലെ നോവുകളെയും തകർച്ചകളെയും ഏറ്റവും മനോഹരമായ ദർശനത്തിലൂടെ നോക്കിക്കാണാൻ പഠിപ്പിച്ച സൂഫി വര്യൻ മൗലാന റൂമിയുടെ വാറുകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. റൂമി പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്നുണ്ടോ? എങ്കിൽ സന്തോഷിക്കുക, കാരണം അത് നന്നാകാൻ തുടങ്ങിയിരിക്കുന്നു. കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. കഠിനമായ വേദനയിൽ എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷിക്കാൻ കഴിയുക? കണ്ണുനീർ വാർക്കുമ്പോൾ എങ്ങനെയാണ് ചിരിക്കാൻ സാധിക്കുക? സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിലെ ഓരോ മനോഹരമായ വസ്തുവിനും പിന്നിൽ വലിയൊരു വേദനയുടെ കഥയുണ്ട്. ഒരു തങ്കാഭരണം കഴുത്തിൽ കിടന്ന് തിളങ്ങണമെങ്കിൽ അത് കഠിനമായ തീയിൽ വെന്തുരുകേണ്ടതുണ്ട്. ആ അഗ്നി സ്വർണത്തെ നശിപ്പിക്കാനല്ല, മറിച്ച് അതിലെ അഴുക്കുകളെ നീക്കി അതിനെ പരിശുദ്ധമാക്കാനാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങളെ കരുത്തനാക്കാൻ റബ്ബ് നൽകുന്ന ഏറ്റവും മികച്ച ട്രെയിനിങ് ആണ്. റൂമി വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മുറിവുകളിലൂടെയാണ് വെളിച്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നത്. നമ്മുടെ ജീവിതം എല്ലാം കൊണ്ടും പൂർണ്ണമായിരിക്കുമ്പോൾ നാം പലപ്പോഴും അഹങ്കാരത്തിൻ്റെ വലിയ മതിലുകൾ നമുക്ക് ചുറ്റും പണിയും. അന്ന് നമ്മുടെ ഹൃദയം കഠിനമായിരിക്കും. എന്നാൽ കഠിനമായ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ മതിലുകൾ തകരുന്നു. മനസ്സ് തകരുന്ന ആ നിമിഷം
ആ വിള്ളലുകളിലൂടെയാണ് ദൈവത്തിൻ്റെ കാരുണ്യമാകുന്ന പ്രകാശം നിങ്ങളുടെ ആത്മാവിലേക്ക് ഒഴുകിയെത്തുന്നത്. നിങ്ങളുടെ ഹൃദയം തകർന്നോ? എങ്കിൽ ഓർക്കുക, തകർന്ന ഹൃദയങ്ങളിലാണ് അല്ലാഹു വസിക്കുന്നത്. ആ മുറിവുകൾ ഒരു വെളിച്ചമാണ്, നിങ്ങളെ നിങ്ങളുടെ നാഥനിലേക്ക് നയിക്കുന്ന വെളിച്ചം. ഓരോ വേദനയും നിങ്ങളെ കൂടുതൽ വിനയാൻവിതനാക്കുന്നു. ഓരോ കണ്ണുനീർത്തുള്ളിയും നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുന്നു. അവസാനം ഈ തീച്ചൂളയിൽ നിന്ന് നിങ്ങൾ പുറത്തുവരുന്നത് വെറുമൊരു മനുഷ്യനായല്ല, മറിച്ച് മാറ്റുരച്ച് തെളിച്ചം വരുത്തിയ തങ്കത്തെപ്പോലെ പ്രകാശിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടായിരിക്കും. അതുകൊണ്ട് മുറിവുകളെ ഭയപ്പെടരുത്. അത് നിങ്ങളെ കൂടുതൽ മനോഹരമാക്കാനുള്ള പടച്ചതമ്പരാൻ്റെ തുന്നലുകളാണ്. ജീവിതത്തിൻ്റെ വഴികളിൽ ഇരുട്ടുപടരുമ്പോൾ, മുന്നോട്ടുള്ള ഓരോ ചുവടും ഭാരമേറിയതാകുമ്പോൾ, ഖുർആൻ നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിൻ്റെ മന്ത്രമുണ്ട്. തളർന്നുപോയ ഒരു ജനതയെയും ചിന്താഗതിയെയും ആകെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള വിസ്മയകരമായ വചനം. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട്. തീർച്ചയായും ആ ഞെരുക്കത്തോടൊപ്പം തന്നെ ഒരു എളുപ്പമുണ്ട്. സഹോദരങ്ങളെ, ഈ വചനത്തിലെ പദപ്രയോഗങ്ങൾ ഒന്ന് സൂക്ഷ്മമായി ശ്രദ്ധിക്കൂ. ഞെരുക്കത്തിന് ശേഷം എന്നല്ല അല്ലാഹു പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ഞെരുക്കത്തോടൊപ്പം എന്നാണ്. ഇതിലൊളിഞ്ഞിരിക്കുന്ന വലിയൊരു രഹസ്യമുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ ഓരോ പ്രതിസന്ധിയുടെയും ഉള്ളിൽ തന്നെ അതിൻ്റെ പരിഹാരത്തിൻ്റെ വിത്തുകളും അല്ലാഹു പാകിയിട്ടുണ്ട്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ് കഷ്ടപ്പാടും ആശ്വാസവും. കഷ്ടപ്പാട് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ ആശ്വാസം അതിൻ്റെ തൊട്ടു പിന്നാലെ അദൃശ്യമായി നിലകൊള്ളുന്നുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഒരു ഉമ്മ പ്രസവവേദന കൊണ്ട് പുളയുമ്പോൾ ആ വേദനയുടെ ഓരോ തരംഗവും വരുന്നത് ഒരു പുതിയ ജീവൻ്റെ സാമീപ്യത്തോടൊപ്പമാണ്. വേദനയുടെ അങ്ങേയറ്റത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം ഒരു നിമിഷം കൊണ്ട് ആനന്ദമായി മാറുന്നു. ഇവിടെ വേദനയും സന്തോഷവും വേറിട്ടതല്ല, മറിച്ച് ഒന്നിനുള്ളിൽ മറ്റൊന്നൊളിഞ്ഞിരിക്കുകയാണ്. രാത്രിയുടെ ഇരുട്ടിന് കാഠിന്യം കൂടുമ്പോഴാണ് പുലരി അടുത്തു എന്ന് നാം തിരിച്ചറിയുന്നത്. ഇരുട്ട് കൂടുന്നത് വെളിച്ചം വരാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ കഠിനമാകുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, അല്ലാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം നിങ്ങളെ തേടി വരാനിരിക്കുന്നു. ഒരു പൂട്ടുണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ താക്കോലും നിർമ്മിച്ചപ്പെടുന്നു. അതുപോലെ നിങ്ങൾക്കൊരു പരീക്ഷണം തരുമ്പോൾ തന്നെ അത് മറികടക്കാനുള്ള വഴിയും അല്ലാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. നാം പലപ്പോഴും ആ വലിയ ചിത്രം കാണുന്നില്ല. നാം ആ ഞെരുക്കത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ അല്ലാഹു ഒരേ വചനം തന്നെ 2 തവണ ആവർത്തിച്ചു പറയുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഉറപ്പാണ്. ഭയപ്പെടേണ്ട, നിന്റെ ഈ അവസ്ഥ ശാശ്വതമല്ല. ഈ കഠിനമായ പാത അവസാനിക്കുന്നത് വലിയൊരു എളുപ്പത്തിലേക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളെ നിങ്ങൾ വെറുക്കരുത്. അവ നിങ്ങളുടെ ജീവിതത്തിലെ വസന്തത്തിനായുള്ള ഒരുക്കം മാത്രമാണ്. അല്ലാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. അവൻ്റെ ആശ്വാസം നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഒരിക്കൽ പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ. അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. ഒരു വിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ഈ സവിശേഷത ലഭിക്കില്ല. അവനൊരു സന്തോഷം വന്നാൽ അവൻ നന്ദി കാണിക്കുന്നു, ശുക്ർ, അതവന് ഗുണകരമാകുന്നു. അവനൊരു പ്രയാസം വന്നാൽ അവൻ ക്ഷമിക്കുന്നു, സബ്ർ, അതും അവന് ഗുണകരമാകുന്നു. ഈ വാക്കുകളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൻ്റെ ഗതി എങ്ങോട്ടാണെങ്കിലും ഒരു വിശ്വാസിക്ക് പരാജയമില്ല. കാറ്റ് അനുകൂലമായാൽ അവൻ നന്ദിയോടെ കപ്പൽ പായിക്കുന്നു. കാറ്റ് പ്രതികൂലമായാൽ അവൻ ക്ഷമയോടെ പായി ചുരുക്കി കാത്തിരിക്കുന്നു. 2 അവസ്ഥകളിലും അവൻ തൻ്റെ നാഥനോട് ചേർന്ന് നിൽക്കുന്നു. ഇവിടെയാണ് യഥാർത്ഥ ജീവിത വിജയം ഒളിഞ്ഞിരിക്കുന്നത്. ജീവിതം നമ്മെ എവിടെ കൊണ്ടു ചെന്നെത്തിച്ചാലും അല്ലാഹുവിലുള്ള ആ അചഞ്ചലമായ വിശ്വാസം മാത്രം കൈവിടാതിരിക്കുക. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു ഉദാഹരണമുണ്ട്. വിസ്തൃതമായ സമുദ്രത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു കപ്പലിനെ സങ്കല്പിക്കുക. ആ കപ്പലിന് ചുറ്റും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമുണ്ട്. ആഞ്ഞടിക്കുന്ന തിരമാലകളുണ്ട്. പക്ഷെ ആ വെള്ളത്തിന് കപ്പലിനെ മുക്കാൻ കഴിയില്ല. എപ്പോഴാണ് ഒരു കപ്പൽ മുങ്ങുന്നത്? ചുറ്റുമുള്ള ആ വെള്ളം കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മാത്രമാണ് അത് താഴേക്ക് പതിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ഈ ലോകം ഒരു സമുദ്രമാണ്. പ്രയാസങ്ങളും സാമ്പത്തിക ബാധ്യതകളും രോഗങ്ങളും പരിഹാസങ്ങളുമാകുന്ന തിരമാലകൾ നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. അവയ്ക്ക് നിങ്ങളെ തകർക്കാൻ കഴിയില്ല. എന്നാൽ എപ്പോഴാണോ ആ പ്രതിസന്ധികളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് കയറ്റുന്നത്, എപ്പോഴാണോ നിരാശ നിങ്ങളുടെ ഹൃദയത്തെ കീഴടക്കുന്നത്, അന്ന് നിങ്ങൾ തകർന്നു പോകും. ലോകം മുഴുവൻ നിങ്ങൾക്ക് ചുറ്റും ഇരമ്പട്ടെ, പക്ഷെ നിങ്ങളുടെ മനസ്സിനെ ഒരു ഉറപ്പുള്ള കപ്പലായി സൂക്ഷിക്കുക. സങ്കടങ്ങളെയും വേവരാതികളെയും മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുത്. മറിച്ച് ആ ഹൃദയത്തിൽ അല്ലാഹുവിനെക്കുറിച്ചുള്ള സുന്ദരമായ ചിന്തകൾ നിറയ്ക്കുക.
ചുറ്റും എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും ഉള്ളിൽ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ വെളിച്ചമുണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായി കരയ്ക്കണയും. ഭയപ്പെടേണ്ട. നിങ്ങൾ തളരുമ്പോൾ നിങ്ങളെ താങ്ങാനും നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനും അല്ലാഹുവിൻ്റെ കാരുണ്യം അവിടെയുണ്ട്. സാഹചര്യങ്ങൾ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആ പുഞ്ചിരിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം മുഴുവൻ നിശബ്ദമാകുമ്പോൾ, പ്രിയപ്പെട്ടവർ പോലും നിങ്ങളുടെ മൗനത്തിന് പിന്നിലെ നോവ് തിരിച്ചറിയാതെ ഉറങ്ങുമ്പോൾ, നിങ്ങൾ മാത്രം ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ആ നിമിഷങ്ങളെക്കുറിച്ച് ഒന്നോർത്തു നോക്കൂ. ആരും കേൾക്കാനില്ലെന്ന് കരുതി തലയിണയിൽ മുഖമമർത്തി നിങ്ങൾ വിതുമ്പുമ്പോൾ, ലോകത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് നിങ്ങളുടെ സങ്കടങ്ങൾ ഒഴിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, ആകാശഭൂമികളുടെ അധിപനായ അല്ലാഹു നിങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? അല്ലയോ എൻ്റെ ദാസന്മാരെ, എപ്പോഴാണ് നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കുക? എപ്പോഴാണ് നിന്റെ സങ്കടങ്ങൾ എൻ്റെ മുന്നിൽ ഒന്ന് നിരത്തുക? നാം പലപ്പോഴും മനുഷ്യരുടെ വാതിലുകളിൽ മുട്ടി മടുക്കുന്നു. നമ്മുടെ വേദനകൾ കേൾക്കാൻ ആരെങ്കിലുമുണ്ടോ എന്ന് നാം പരിഭ്രമിക്കുന്നു. എന്നാൽ പ്രപഞ്ചനാഥൻ അവൻ്റെ കാരുണ്യത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അല്ലാഹു ഖുർആനിലൂടെ നൽകുന്ന ഏറ്റവും മനോഹരമായ വാഗ്ദാനമുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ. എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ പറയുക, തീർച്ചയായും ഞാൻ അവരുടെ അരികിലുണ്ട്. അവൻ ദൂരെ എവിടെയോ ഉള്ള ഒരു അധികാരിയല്ല. അവൻ നിങ്ങളോട് നിങ്ങളുടെ കണ്ഠനാടിയേക്കാൾ അടുത്തുള്ളവനാണ്. രാത്രിയുടെ 1/3 ബാക്കി നിൽക്കുമ്പോൾ, ലോകം മുഴുവൻ അഗാധമായ നിദ്രയിലാഴുമ്പോൾ, അല്ലാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് വിളിച്ചു ചോദിക്കുമത്രേ, സങ്കടങ്ങളുള്ളവരുണ്ടോ? ഞാൻ തീർത്തുതരാം. പാപമോചനം തേടുന്നവരുണ്ടോ? ഞാൻ പുറത്തുതരാം. ചോദിക്കുന്നവരുണ്ടോ? ഞാൻ നൽകാം. സഹോദരങ്ങളെ, ആ സമയത്ത് പടച്ചവൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തുക. നിങ്ങളെ സൃഷ്ടിച്ചവനോട്, നിങ്ങളുടെ കുറവുകളെല്ലാം അറിയുന്നവനോട്, ആരും കാണാത്ത നിങ്ങളുടെ മുറിവുകളെക്കുറിച്ച് സംസാരിക്കുക. ലോകത്തിന് മുന്നിൽ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് പറയുക. വാക്കുകൾ കിട്ടാതെ നിങ്ങൾ വിങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പുകളുടെ അർത്ഥം അറിയുന്നവൻ അവൻ മാത്രമാണ്. ആ നിമിഷം നിങ്ങൾക്കൊരനുഭവമുണ്ടാകും, മറ്റാരും നൽകാത്ത ഒരു തണുപ്പ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പടരുന്നത്. അവൻ അദൃശ്യമായി നിങ്ങളോട് പറയും, പേടിക്കണ്ട, ഇതാ ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ പ്രാർത്ഥനകൾ ഞാൻ കേട്ടുകഴിഞ്ഞു. മനുഷ്യരോട് ചോദിക്കുമ്പോൾ അവർക്ക് മടുക്കും, എന്നാൽ അല്ലാഹുവിനോട് ചോദിക്കാതിരിക്കുമ്പോഴാണ് അവന് സങ്കടം. അതുകൊണ്ട് തനിച്ചാണെന്ന തോന്നൽ വരുമ്പോൾ ആ നിശബ്ദതയെ അല്ലാഹുവുമായുള്ള സംഭാഷണമാക്കി മാറ്റുക. നിങ്ങൾ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും അവൻ്റെ അടുക്കൽ വിലപ്പെട്ടതാണ്. ആ കണ്ണുനീർ തുള്ളികൾ ഒരിക്കലും വെറുതെയാകില്ല. അവ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിൻ്റെ മഴയായി പെയ്യാൻ പോവുകയാണ്. സഹോദരങ്ങളെ, പകൽ വെളിച്ചം അല്പനേരം മായുന്നതേയുള്ളൂ എന്ന് നാം ഒരിക്കലും കരുതരുത്. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ സൂര്യൻ എന്നേക്കുമായി അസ്തമിച്ചു എന്നാരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. കനക്കുന്ന ഈ ഇരുട്ട് മനോഹരമായ ഒരു പ്രഭാതം വരാനിരിക്കുന്നു എന്നതിൻ്റെ ഉറപ്പുള്ള അടയാളം മാത്രമാണ്. രാത്രിക്ക് എത്രത്തോളം കടുപ്പമുണ്ടോ അത്രത്തോളം തെളിച്ചമുള്ളതായിരിക്കും വരാനിരിക്കുന്ന പുലരി. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും ആ മഹാകാരുണ്യവാന്റെ സ്നേഹത്തിലേക്കുള്ള വഴിദൂരങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അടർന്നു വീഴുന്ന ഓരോ തേങ്ങലും അവൻ്റെ കാരുണ്യത്തിൻ്റെ കടലിലേക്കുള്ള പാലങ്ങളാണ്. ഒന്ന് തിരിഞ്ഞു നോക്കൂ. ചരിത്രത്തിൻ്റെ താളുകളിൽ അത്ഭുതങ്ങൾ പിറന്നത് ഏറ്റവും വലിയ പ്രതിസന്ധികൾക്ക് നടുവിലല്ലേ? മുന്നിൽ അലറി വിളിക്കുന്ന ചെങ്കടലും പിന്നിൽ വാളുമായി വരുന്ന ഫിറഔനിൻ്റെ പടയാളികളും. രക്ഷപ്പെടാൻ ഒരിഞ്ച് പോലും ഇടമില്ലാതിരുന്ന ആ നിമിഷം കടലിന് നടുവിൽ മൂസാനബിക്കു വേണ്ടി മനോഹരമായ വഴി വെട്ടിത്തുറന്നത് ആരാണ്? ആളിപ്പടരുന്ന തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ കത്തുന്ന കനലുകളെ പൂന്തോട്ടമായി മാറ്റി ഇബ്രാഹിം നബിക്ക് തണുപ്പേകിയതാരാണ്? അഗാധമായ കടലിൻ്റെ അടിത്തട്ടിൽ ഭീമാകാരമായ മത്സ്യത്തിൻ്റെ വയറ്റിലെ കൂരിരുട്ടിൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഒറ്റപ്പെട്ടുപോയ യൂനുസ് നബിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതാരാണ്? അന്നവർക്ക് തുണയായ അസാധ്യമായതിനെ സാധ്യമാക്കിയ അതേ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവൻ നിങ്ങളുടെ ഓരോ ചലനവും കാണുന്നുണ്ട്. കടൽ പിളർത്താൻ കഴിയുന്നവന് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാൻ എത്ര സമയം വേണം? തീക്കുണ്ടം തണുപ്പിക്കാൻ കഴിയുന്നവന് നിങ്ങളുടെ നെഞ്ചിലെ വേദന മാറ്റാൻ പ്രയാസമുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സ് മടുക്കരുത്. നിരാശയുടെ കൈപ്പത്തി കൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ മൂടിക്കളയരുത്. ആ കണ്ണുനീർ തുടയ്ക്കുക. വിശ്വാസം മുറുകെ പിടിച്ച് ഒരു പുഞ്ചിരിയോടെ ഈ ജീവിതത്തെ നേരിടുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം നിങ്ങളെ നയിക്കട്ടെ. പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി.
അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല, പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഈ പരീക്ഷണത്തിൻ്റെ മണ്ണുമാറ്റി അല്ലാഹു വസന്തത്തിൻ്റെ വിത്തുകൾ പാകും. ഇൻഷാ അല്ലാഹ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു നീങ്ങുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രനേരം ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങളെ കുറ്റപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ ഉള്ളതല്ല, മറിച്ച് നിങ്ങൾ എത്രത്തോളം വിലപ്പെട്ടവരാണെന്ന് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്നു നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഠിനമായ പ്രതിസന്ധികളുണ്ടല്ലോ, അത് അല്ലാഹു നിങ്ങളെ ഉപേക്ഷിച്ചതിൻ്റെ അടയാളമല്ല, മറിച്ച് ദുനിയാവിൻ്റെ ബഹളങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തി അവൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാനുള്ള ആ റബ്ബിൻ്റെ സ്നേഹപൂർണമായ ഒരു ക്ഷണമാണത്. ഇന്നു നിങ്ങൾ തനിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ നിസ്സഹായതയല്ല. നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും ഈർപ്പമുള്ളതാണെന്നും അത് ജീവനോടെ ഉണ്ടെന്നുമുള്ള തെളിവാണ് ആ കണ്ണുനീർ. ഓർക്കുക, തകർന്ന ഹൃദയങ്ങളിലാണ് അല്ലാഹുവിൻ്റെ കാരുണ്യം ഏറ്റവും വേഗത്തിൽ ഇറങ്ങി വരുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മോട് മന്ത്രിക്കുന്നത് എത്ര മനോഹരമായാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖല. നിന്റെ നാഥൻ നിന്നെ കൈവിട്ടിട്ടില്ല, അവൻ നിന്നെ വെറുത്തിട്ടുമില്ല. ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ നിശബ്ദത നീണ്ടുപോകുന്നുണ്ടാകാം. പക്ഷേ അത് ഉപേക്ഷണത്തിൻ്റെ മൗനമല്ല, മറിച്ച് വലിയൊരു അനുഗ്രഹം നൽകുന്നതിന് മുൻപുള്ള ദൈവീകമായ ഒരു ഒരുക്കത്തിൻ്റെ നിശബ്ദതയാണത്. ഇന്ന് നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ ഒട്ടും ശക്തിയില്ലെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ സാരമില്ല, തളർന്നു നിൽക്കുകയോ ഇരുന്ന് കരയുകയോ ചെയ്തോളൂ. പക്ഷേ ഒരു കാരണവശാലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിനെ വിട്ടുകളയരുത്. നിങ്ങൾ ആരും കാണാതെ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും ആകാശത്ത് വഴിതെറ്റിപ്പോയിട്ടില്ല. അവയെല്ലാം കൃത്യസമയത്ത് ഒരനുഗ്രഹത്തിൻ്റെ മഴയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങിവരും ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മനസ്സിന് അല്പം ആശ്വാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ പ്രയാസപ്പെടുന്ന ഒരാൾക്കെങ്കിലും ഇതെത്തിച്ചു കൊടുക്കൂ. ഇൻഷാ അല്ലാഹ്. മറ്റൊരു ഹൃദയസ്പർശിയായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.